കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയിൽ വന്യജീവി ശല്യം അതിരൂക്ഷമാണ്. വളർത്തുമൃഗങ്ങളെ അടക്കം പുലി പിടിക്കുന്നത് അവിടെ പതിവായിരിക്കുകയാണ്. ഇതിനിടെ പത്തനാപുരം പൂങ്കുളഞ്ഞയിൽ പുലിയിൽ നിന്ന് വളർത്തുനായ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇവിടെ പുലിയെ പിടിക്കാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശത്ത് നിന്ന് കണ്ണൻ നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുലിയുടെ ആക്രമണത്തിൽ നിന്ന് വളർത്തുനായ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വലിയ രീതിയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ്, ഈ സംഭവം നടന്നത് പത്തനാപുരം മേഖലയിലാണ്. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ, ജനങ്ങൾക്ക് നേരെയൊക്കെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഉണ്ടായത്. ആ സമയത്ത് വീട്ടിലെ ഗൃഹനാഥ അമ്മണി മഷി അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. എന്തോ സംഭവിച്ചേ? പട്ടി രാത്രി 12 മണി കഴിഞ്ഞ സമയത്ത് ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഈ കസേരയുടെ അറമ്പിൽ ഉറങ്ങിയ സമയത്താണ് പുലി വരുന്നത്. പട്ടി കാണുന്നില്ല. അടുത്ത് വന്ന് പട്ടിയെ പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് പട്ടി അറിയുന്നത്. അപ്പോൾ പട്ടി വലുതായിട്ട് കിടന്ന് അലർന്ന് കേട്ടുകൊണ്ട് ഞങ്ങൾ റൂമിൽ കിടന്നും കൊണ്ട് പട്ടിയെ ടിപ്പുവേ എന്ന് പറഞ്ഞ് വിളിച്ച്, ടിപ്പു എന്നാണ് അതിൻ്റെ പേര്, ടിപ്പുവെന്ന് വിളിച്ച് ഞങ്ങളും വായ വെച്ചപ്പോൾ ഈ കസേര അങ്ങ് മറിഞ്ഞു വീണു. കസേരയും മറിഞ്ഞു വീണു. ഞങ്ങളുടെ ശബ്ദവും കേട്ടപ്പം പുലി അവനെ അങ്ങ് വിട്ടിട്ട് മുറ്റത്തിറങ്ങി വന്നതുപോലെ തന്നെ നടന്ന് പോയി ആ മതിലിൻ്റെ പുറത്തൂടെ ചാടി അങ്ങ് പോകുമായിരുന്നു. മതിലിൻ്റെ പുറത്തൂടെ ചാടിയാണ് ഇങ്ങോട്ട് വന്നതും. അങ്ങനെ ടിപ്പുവിനെ രക്ഷപ്പെടുത്തി. ടിപ്പു രാത്രി കാലങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇച്ചിരി ശൗര്യമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം പുലി പിടിക്കാതെ നല്ല ശൗര്യമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഈ കൂട്ടിനകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് UP സ്കൂളാണ്. കുട്ടികൾ അടക്കം വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലത്തൊക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായത്. അതിന് വനംവകുപ്പ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഈ പുലിയെ കണ്ട വീടിന്റെ പിൻഭാഗം വനമേഖലയാണ്. അപ്പോൾ തന്നെ റബ്ബർ തോട്ടങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൂടെയാകാം പുലി എത്തിയതെന്നുള്ള ഒരു നിഗമനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തി. ഒപ്പം തന്നെ ഇവിടെ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൂട്ടിനുള്ളിൽ പുലി കുടുങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്. എന്തായാലും ജനങ്ങളുടെ ഭീതി ഇതുവരെ അവസാനിച്ചിട്ടില്ല. ജനങ്ങൾ കടുത്ത ഭീതിയിൽ തന്നെയാണ്. കാര്യം ഓരോ വീടുകളിലും എത്തി വളർത്തുമൃഗങ്ങളെയൊക്കെ തന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഓരോ ദിവസവും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂട് മാത്രം സ്ഥാപിച്ചുകൊണ്ട് കാര്യമില്ല. മറ്റ് എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള നടപടികളടക്കം സ്വീകരിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.